നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, വീട് പണിയുമ്പോൾ ലോൺ മേടിക്കാം. അതുപോലെ തന്നെ വണ്ടി മേടിക്കുമ്പോഴും വീട് പണിയുമ്പോഴാണെങ്കിലും ബാങ്കിൽ നിന്ന് എന്താണ് പബ്ലിക് ലോൺ എടുക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ ബാങ്കും പബ്ലിക്കും തമ്മിൽ മെയിനായിട്ട് രണ്ട് ഇടപാടുകളാണ് നടക്കുക. ഒന്ന്, ലോൺ മേടിക്കും, ഇത്ര ശതമാനം പലിശയ്ക്ക് എന്താണ് നമ്മൾ ലോൺ എടുക്കും, കുറച്ച് എമൗണ്ട് ലോൺ എടുക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് ഇൻസിഡൻസ് നമുക്ക് എന്താണ് ശരിക്കും വളരെ പരിചയമുള്ളൊരു രണ്ട് ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മണി മാത്ത് അഥവാ പണവിനിമയം എന്നാണ്. പണവിനിമയം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പൈസയുടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സ് ആണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, ഓക്കെ, പണവിനിമയവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അത് ടീച്ചർ വീണ്ടും പറയാൻ പോവാണ്. അതായത് ഒന്നാമത്തെ കാര്യം പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ സാധാരണ പി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള എമൗണ്ട്, എത്ര രൂപയാണോ ലോൺ എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ടോട്ടൽ എമൗണ്ട്, എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ എമൗണ്ട് ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ആ എമൗണ്ടിനെ നമ്മൾ പി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ്, അതായത് മന്ത്ലി ഇത്ര എമൗണ്ട് പ്രിൻസിപ്പൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് മന്ത്ലി നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, അതായത് പലിശ, അതാണ് എന്ത് ഇൻട്രസ്റ്റ്. അതിന് നമ്മൾ ഐ വെച്ച് ഡിനോട്ട് ചെയ്യും. ആൻഡ് ആർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ്. നമുക്കറിയാം ഒരു എത്ര എമൗണ്ട് നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. മന്ത്ലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടയ്ക്കുമ്പോൾ എന്താണ്, അങ്ങനെ അടയ്ക്കേണ്ട ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ആർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പലിശ നിരക്ക്. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇനി പലിശനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കാണുന്നൊരു പിക്ചർ നമുക്കറിയാം. 2 തരത്തിലാണ് അതിൽ പറയുന്നത്. എന്താ, 10% പലിശ 24 മാസം കൊണ്ട് 1 ലക്ഷം രൂപ 1.20 ലക്ഷം രൂപയായി മാറും. ഓക്കെ, അതായത് 2 തരത്തിലുള്ള പലിശയാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, 2നും പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്, ഇട്ടിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് N എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സും എന്താണ് ശരിയാണ്, രണ്ടും ഈക്വൽ ആണ്. പക്ഷേ ആദ്യത്തെ കേസിൽ നമുക്ക് 1,20,000 രൂപയാണ് കിട്ടുന്നത്, രണ്ടാമത്തെ കേസിൽ 1,21,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1000 രൂപയുടെ ഡിഫറൻസ് വന്നു. ഇതെന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും? അതായത് ആദ്യത്തെ കേസിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. അതായത് സാധാരണ പലിശ. സാധാരണ പലിശ എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ആദ്യത്തെ ഒരു മാസം ഇത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അത് പിന്നെ രണ്ടാമത്തെ വർഷമാകുമ്പോൾ എന്താണ്, വീണ്ടും ആ 1 ലക്ഷം രൂപയ്ക്ക് തന്നെ രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഈ ഇൻട്രസ്റ്റും രണ്ടാമത്തെ ഈ വർഷത്തെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ കിട്ടും. അതാണ് സാധാരണ പലിശ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കാത്തൊരു പലിശയുണ്ട്, അതാണ് കൂട്ടുപലിശ. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ഇത്രയും വ്യത്യാസമുള്ളൂ. നമ്മൾ ഒരു എമൗണ്ട് ലോൺ എടുത്തു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അതിന് ആദ്യത്തെ മാസം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ആദ്യത്തെ വർഷം നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് വീണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് കൂട്ടുപലിശയുടെ കേസിൽ ആദ്യത്തെ ഒരു വർഷം എത്രയാണോ പലിശ കിട്ടിയത് ആ പലിശയുടെ എമൗണ്ട് എന്താ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടും. അങ്ങനെ രണ്ടും കൂടി പിന്നെ പ്രിൻസിപ്പൽ ആ എമൗണ്ട് ആണ് എന്ത് രണ്ടാമത്തെ ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരാം. ഇതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എങ്ങനെയാണ്? 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും? ഈ കേസ് എന്താണ്, സാധാരണ പലിശയാണോ ഇത്? അതെ, ഓൾറെഡി പറയുന്നുണ്ട് എന്താണ് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പി എത്രയാണ് വരാം? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 25,000 ആണ്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. ഇനി ഇവിടെ
കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ നമ്മൾ n കാണേണ്ടതില്ല. അതായത് ആദ്യത്തെ വർഷം കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ആദ്യത്തെ വർഷം ഫോർ ഫസ്റ്റ് ഇയർ എന്ന് എഴുതും. അതിനുശേഷം അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യത്തെ വർഷം എത്രയും പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ആവില്ല, 25,000 തന്നെയായിരിക്കും. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 8% ആണ്. അത് വെച്ചിട്ട് ആ ആദ്യത്തെ ഇയറിൻ്റെ എന്താണ് ഇൻട്രസ്റ്റ് കണക്കാക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് അതവിടെ വയ്ക്കും. അതിനുശേഷം ഫോർ സെക്കൻഡ് ഇയറിന് ഹെഡിങ് കൊടുക്കും. ആ സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായിരിക്കും, ഈ ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്യും, ഈ സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു നമ്മുടെ R/100 ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഫോർ ഫസ്റ്റ് ഇയർ P is equal to 25,000 rupees. Then I എന്ത് വരും 25,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണ് പറയുന്നത് അല്ലേ, 8/100 ഈക്വൽ ടു എത്ര രൂപ വരും. അത് ചെയ്യുമ്പോൾ 2,000 rupees ആണ് എന്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് വരാം. ദെൻ ഫോർ സെക്കൻഡ് ഇയർ എന്താ ഉണ്ടാവുക, പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഫസ്റ്റ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ദാറ്റ് ഇസ് 25,000 പ്ലസ് 2,000 ഇസ് ഈക്വൽ ടു 27,000 വരും അല്ലേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയും 27,000 ആണ്. ഇനി സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കണം. ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 27,000 ഇൻറ്റു 8/100 ഈക്വൽ ടു എന്ത് വരും ചെയ്യുമ്പോൾ 2,160 rupees എന്ന് കിട്ടും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും എന്നായിരുന്നു അല്ലെ. ടോട്ടൽ എമൗണ്ട് ആണ് കാണുന്നത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് തിരികെ കിട്ടുക, എന്താ ഉണ്ടാവുക, എമൗണ്ട് 27,000 ആണ് ഇപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ളത് രണ്ടാമത്തെ വർഷത്തെ. സോ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 27,000ഉം രണ്ടാമത്തെ വർഷത്തെ പലിശ എത്രയായിരുന്നു 2,160 അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും, ഇത് രണ്ടും കൂട്ടിയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 27,000ഉം 2,116ഉം കൂട്ടുമ്പോൾ എന്ത് വരും 29,160 rupees ആണ് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ. Bank offers to pay John and Lisa a return of 10% per year, and they each invest $1,000 called a principal. John wants to spend the interest each year and only keep the principal in the bank, while Lisa wants to save for 30 years, so she doesn't take the interest out each year. In John's case, the 10% amount to $100 each year. So after 1 year, he'll have $1,100 in his account,